ഈ ചർച്ചയിൽ ആദ്യം ദീപകിന്റെ സുഹൃത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനൂപ്, നിങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ മാനസിക പ്രശ്നം, ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ദീപകിന്റെ വിയോഗം. ഈ സംഭവം, ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്ന വിവരം എങ്ങനെയാണ് നിങ്ങൾ ആദ്യം അറിയുന്നത്? ഇത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാതെ പോയതാണോ? തീർച്ചയായും. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ അതിനൊരു കോള് വന്നു, ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ എന്താണ് കാര്യമെന്നൊന്നും എനിക്ക് അന്നേരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഷോക്കിലായിരുന്നു. എനിക്ക് ആ ഒരു രാവിലെ കിടന്നുറങ്ങുന്നിടത്തുനിന്ന് ഒരു ഫസ്റ്റിലെ തന്നെ ആ ന്യൂസ് കിട്ടി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എടുത്തു എനിക്കത് ഒന്ന് എന്താ പറയുക ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ. ഞാൻ പിന്നീട് രണ്ടാമതും തിരിച്ച് എൻ്റെ സുഹൃത്തുക്കളെ എവിടെയുള്ളവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്നാണ് വിളിച്ചത്, അമ്മയുടെ ഫോണിൽ നിന്നാണ് എനിക്ക് കോൾ വന്നത്. ആരാ വിളിച്ചതെന്ന് എനിക്കറിയില്ല, അമ്മയല്ല എന്നുള്ളത് എനിക്കറിയാം, ദീപകിൻ്റെ അമ്മയല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാന്ന് എനിക്കറിയാം, വേറെ ആരാണ്ട് വിളിച്ചത്, ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞനുസരിച്ച് അവർ വേഗം ചെല്ലുകയും ചെയ്തു. പിന്നെ രണ്ടാമത് എൻ്റെ മറ്റൊരു സുഹൃത്തായ അസ്കറിനെ വിളിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, അനൂപ് ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു, നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ലിങ്ക് അവിടുന്നത് കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് അതിനകത്ത് എന്താണ് മോശമായിട്ട് നടന്നതെന്നോ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു നോർമൽ ഒരാൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ അല്ലേ, ഇതിനകത്ത് എന്താ ഇത്ര കുഴപ്പം. പിന്നെയാണ് ഇതിൻ്റെ വേറൊരു പാർട്ടും കൂടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് വീഡിയോ, അത് ഞാൻ ഓൾറെഡി ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓൺ ദ വേയിലാണ് എനിക്കത് കിട്ടിയത്. പിന്നെ ഞങ്ങളിങ്ങോട്ട് പോരുമായിരുന്നു. തീർച്ചയായും അപ്പോൾ വലിയ ഷോക്കായി. ആദ്യ സംഭവത്തെക്കുറിച്ച് പോലും ഒരറിവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അതൊരു വലിയ ഷോക്കായിരുന്നിരിക്കും താങ്കൾക്ക്. അനൂപ്, എന്താണ് അവിടെ ഇപ്പോൾ വീട്ടിലെത്തി ബന്ധുക്കളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ സാഹചര്യം എന്താണ്? ഈ വീഡിയോ വന്ന ആദ്യത്തെ ദിവസം വരുന്നു, രണ്ടാമത്തെ ദിവസം അതിന് തൊട്ടടുത്ത് തന്നെ ഈ മരണം സംഭവിക്കുക കൂടിയായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പോലും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അവരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ദീപക് ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ഈ വീഡിയോ വന്നതിന് ശേഷമുള്ള സമയം? അവന് തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നാണക്കേടാണ് ആ സോഷ്യൽ മീഡിയ വഴി ആ വീഡിയോ പ്രചരിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഒരു ഫ്രണ്ട്സ് എന്ന് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ദിവസവും ഇല്ലെങ്കിലും എന്താ പറയുക, ഒന്നരാടം ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കണക്ട് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നുമില്ലെങ്കിലും വിളിച്ച് സുഖവിവരം അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പരിഹാരം ഉണ്ടോ ഇല്ലയെന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാറുണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ. ഇതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്കൊരു കോൾ വരികയോ ഒന്നും സംസാരിച്ചിട്ടില്ല അവൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പോലും തുറന്നു പറയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അവൻ ഉള്ളിലടക്കി പിടിച്ചത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സാറ്റർഡേയും സൺഡേയും ഞാൻ വീട്ടിലുണ്ടാവാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഞാൻ വീട്ടിൽ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മീറ്റ് ചെയ്യാതെ ഒരു ദിവസം പോലും പോയിട്ടുമില്ല. എല്ലാ ദിവസവും എന്നെ തിരിച്ച് ഒന്നുമില്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നതുമാണ്. അപ്പോൾ ഞങ്ങളിവിടെ അവൻ്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ എപ്പോഴും അടുപ്പത്തിലുള്ളതാണ്. മാനസിക വിഷമമുള്ളത് കൊണ്ട് മാത്രമാണോ പുറത്ത് പറയാതിരുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് പരസ്പരം അറിയുന്നവരാണ്. ഞാൻ പഠിക്കുന്ന സമയം മുതലേ എനിക്ക് അവരെ ദീപകിനെയൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ആ സുഹൃത്ത് ബന്ധം. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ? അപ്പം അല്ല, എൻ്റെ സുഹൃത്താണ്. ഓക്കെ, ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബന്ധു എന്ന നിലയിലാണ്, ക്ഷമിക്കണം. ഓക്കെ, അനൂപ്, സുഹൃത്തുക്കളോട് പോലും ഒന്നും പറയാതെയാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ദീപക് എന്നതാണ് മനസ്സിലാകുന്നത്. നോക്കൂ, ഈ വീഡിയോ വന്നു കഴിഞ്ഞതിന് ശേഷം പല വിധത്തിലുള്ള കഥകൾ വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ഏതാണ് ഇതിൽ സത്യം, യാഥാർത്ഥ്യം എന്നൊന്നും നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഈ ദീപകിനെ പറ്റി തന്നെ
വിവാഹിതനാണെന്നും അവിവാഹിതനാണെന്നും പറയുന്നുണ്ട്, വയ്യാത്ത കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? കുടുംബ പശ്ചാത്തലം എന്താണ്? ഒന്ന് പറയാമോ? ദീപക് വിവാഹം കഴിച്ചതായിരുന്നു, ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിനടുത്ത് മേലെയായി. 4 വർഷം അതിൽ കൂടുതലായിട്ടുണ്ട്. കുട്ടികളൊന്നുമില്ല. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കുട്ടികളില്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഡിവോഴ്സ് ആയിരുന്നു അല്ലേ? അതെ. ഓക്കെ. ഇപ്പോൾ അതെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന്. കേൾക്കാം. ഇടയ്ക്കൊരു ഡിലേ വന്നതുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. അനൂപ്, ഈ ദീപക് പൊതുവെ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു മാനസിക സംഘർഷം ഉണ്ടായാൽ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചാൽ ഇത് ഒളിച്ചു വെക്കേണ്ടുന്ന കാര്യമില്ല, കാരണം സമൂഹ മാധ്യമത്തിൽ തന്നെ വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് മറ്റൊരാളുമായി പങ്കുവെക്കുക, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് സ്വയം ഒരു തീരുമാനമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടായിരിക്കും നമ്മളത് സംസാരിക്കുക, അല്ലേ? അങ്ങനെ ആരുമായും, നിങ്ങളുടെ പരിചയത്തിലുള്ള ദീപകിൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആരുമായും ഒന്നും സംസാരിച്ചിട്ടില്ലേ ഇതിനെക്കുറിച്ച് ദീപക്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ 2 സുഹൃത്തുക്കളോട് സംസാരിച്ചതായിട്ട് എനിക്ക് അറിവില്ല. ഇനി അത് അവരോട് ഞാനിതുവരെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇവിടെ എന്താ പറയുക, എല്ലാവരും എൻഗേജ്ഡ് ആണ് ഇവിടെ. കാരണം ആ അച്ഛനും അമ്മേനെയും സാധനപ്പെടുത്താനും കൂടെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കഴിയുന്നില്ല. തീർച്ചയായും കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ അവിടെ വന്നിട്ടുണ്ട് എന്നറിയുന്നു. അമ്മാവൻ നമ്മളോട് സംസാരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധുക്കൾ തിരക്കിലാണെന്നറിയാം. ഒരു കാര്യം കൂടി, അന്തർമുഖനായിരുന്നോ ദീപക്, അതോ എല്ലാവരോടും അടുത്തിടപഴകുന്ന, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന വ്യക്തിത്വമായിരുന്നോ? എങ്ങനെയാണ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? അവൻ അറിയുന്നവർക്കൊന്നും അവൻ അന്തർമുഖനൊന്നുമല്ല. പക്ഷേ പുറത്തു പോയിട്ട് വേറെ ആൾക്കാരോടും മറ്റുള്ള എന്താ പറയുക അപരിചിതരായിട്ടുള്ളവരോടൊന്നും അങ്ങനെ കയറി സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുക അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ ഈ ക്ലോസ് സർക്കിളാണ്, വളരെ ക്ലോസ് സർക്കിളാണ്. ആ ക്ലോസ് സർക്കിളിൽ മാത്രമാണ് ആൾ എന്താ പറയുക ആക്റ്റീവായിട്ടുള്ളതും. പിന്നെ അവൻ ഇവിടെ എന്താ പറയുക എല്ലാ അമ്പലങ്ങളിലും, ഇവിടെയുള്ള ഒരു 3-4 അമ്പലങ്ങളുണ്ട് അവൻ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമുള്ള ആളാണ്. ഇതുവരെ ഒരു വ്യത്യാസമായൊരു അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടോ അവൻ പറഞ്ഞതോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ടോ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടുമില്ല. എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. എൻ്റെ നല്ലൊരു സുഹൃത്താണ്. തീർച്ചയായും. അനൂപ്, ഞാൻ ഒരു കാര്യം, ഒരു വലിയ നഷ്ടം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പക്ഷേ നമ്മൾ പൊതുവിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയുണ്ട്. ഒരു ബസ്സിലൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ സാധാരണമെന്ന് തന്നെ പറയാമില്ലേ? ഒരു യാത്രയിൽ ഒരെണ്ണം എങ്കിലും ഓരോ സ്ത്രീയും അനുഭവിക്കുന്നതാണ്. അതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നത് ഒന്നുമല്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അബദ്ധത്തിലെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാമായിരിക്കുമോ? അതിൻ്റെ ഒരു മനോവിഷമത്തിലായിരിക്കുമോ? അതോ ആ പെൺകുട്ടി പൂർണ്ണമായും ഇയാളെ കുടുക്കി, അതും ഒരു റീച്ച് കിട്ടാൻ വേണ്ടി, അവരുടെ സമൂഹ മാധ്യമം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ കുടുക്കി എന്നതാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അവൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. അവനങ്ങനെ ചെയ്യുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ അത് കഴിഞ്ഞിട്ട് വേറൊരു എന്താ പറയുക ഞങ്ങൾ തന്നെ നിർബന്ധിക്കുന്നുണ്ട് അവനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട്. അത് തന്നെ അവൻ കുറച്ചൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുന്നത് തന്നെ അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്താ പറയുക ഇങ്ങനൊരു ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനൊരു സ്വഭാവമുള്ള ഒരാളല്ല ദീപക്. എന്താ പറയുക ഞങ്ങളുടെ അറിവിൽ ഇന്നേ വരെ അങ്ങനെയുള്ള ഒരു മോശം തരത്തിലുള്ള സ്വഭാവമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒന്നുമുള്ള ആളുകളല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് എനിക്ക് റിപ്പീറ്റായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ വളരെ ക്ലോസ്ഡ് സർക്കിളാണ്. ഞങ്ങൾക്ക് വേറെ പുറത്ത് പോയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതോ ഇതൊന്നും ഞങ്ങൾ തീരെ ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവേ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചായ ആണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പുറത്ത് പോയി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടെ പോയി കുടിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് വേറെ ഇൻറ്ററപ്ഷൻസോ വേറെ ആളെ പറ്റിയുള്ള ചർച്ചകളോ ഒന്നുമില്ല. ഞങ്ങളെ കൊച്ചു തമാശകളോ ആയിട്ട് ജീവിച്ചു പോകുന്നൊരു ഇതാണ്. ദീപക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആക്റ്റീവായിരുന്നു?
ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുമായിരിക്കും. അതിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ വീഡിയോസ് കണ്ടു പോകുന്നുണ്ടാവും, അതല്ലാതെ വേറൊന്നും ചെയ്തതായിട്ടൊന്നും എനിക്കറിയില്ല. ശരി, ദയവായി പോസ്റ്റുകളൊന്നും അവന് ഇടാറുമില്ല, ഞങ്ങൾ ആരും ഉപയോഗിക്കാറില്ല. ഓക്കെ, ദയവായി തുടരുക ശ്രീ അനൂപ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.